സാർ, ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ പണക്കെട്ടുകൾ അല്ലെങ്കിൽ പണത്തിൻ്റെ നോട്ടുകെട്ടുകളുടെയൊക്കെ ഒരു വലിയ കൂമ്പാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് ഫയർഫോഴ്സ് മേധാവി നിഷേധിച്ചു. ഇപ്പോൾ വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട് നോട്ടുകെട്ടുകൾ കത്തുന്നതിൻ്റെ. ഇത് കൂടാതെ ഈ യശ്വന്ത് വർമ്മ മുമ്പ് ഒരു പഞ്ചസാര കുംഭകോണവുമായി ബന്ധപ്പെട്ട് ചില ആരോപണത്തിൻ്റെ നിഴലിലായിരുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ അതൊക്കെ? പഞ്ചസാര കുംഭകോണം പറയാം. ഈ ജഡ്ജി ഉൾപ്പെട്ടത്, ഈ ജഡ്ജി ഒരുപാട് കുഴപ്പം പിടിച്ച കേസുകളിലൊക്കെ വിധി പറഞ്ഞതായിട്ടുമൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്ന് ഷിബു സൊറന് ജാമ്യം കൊടുത്ത കേസാണ്. ഈ സ്റ്റോർ മുറിയിൽ വെറുതെ പണം വരില്ലല്ലോ, പല കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആണ് വരേണ്ടത്. അപ്പോൾ വീഡിയോ ഭീകരമാണ് വരുന്നത്. കാരണം ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്നു യശ്വന്ത് വർമ്മ. വർമ്മയെ ഇപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് അലഹബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാതൃകോടതി, അവിടെയാണ് ആദ്യം ജഡ്ജിയായ, പിന്നെ ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പോൾ അലഹബാദിലേക്ക് തിരിച്ചയക്കാൻ സുപ്രീം കോടതി കൊളീജിയം ഒരുങ്ങുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അലഹബാദിലെ ബാർ അസോസിയേഷൻ ചോദിച്ചു, ഈ വേസ്റ്റുകളെയൊക്കെ കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ചവറ്റുകൊട്ടയാണോ അലഹബാദ് ഹൈക്കോടതി? ചോദിച്ചു അവിടുത്തെ ബാർ അസോസിയേഷൻ. പിന്നെ ഹരീഷ് സാൽവയെ പോലെ പ്രഗത്ഭരായ അഭിഭാഷകരൊക്കെ രംഗത്ത് വന്നു. ഒരു വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു, അഴിമതി. ഒരാൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, വലിയ ഉദ്യോഗസ്ഥൻ, അയാൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യല്ലേ ചെയ്യുക. ജഡ്ജിമാരെ അങ്ങനെ സസ്പെൻഡ് ചെയ്യാറില്ലല്ലോ, ഇംപീച്ച്മെന്റ് നടപടികളല്ലേ ഉള്ളത്. അല്ലെങ്കിൽ ജോലികളിൽ നിന്ന് അപ്പം തന്നെ മാറ്റി നിർത്തണമായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് വി രാമസ്വാമി എന്ന് പറഞ്ഞൊരാളുടെ വിവാദ കേസ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, രാമസ്വാമി. ഈ രാമസ്വാമി ജഡ്ജിയായിരുന്നപ്പോൾ കോഴ വാങ്ങിച്ചു എന്നുള്ളതല്ലായിരുന്നു ആരോപണം. അങ്ങേർക്ക് കൊടുത്ത ഔദ്യോഗിക ബംഗ്ലാവിൽ മോൾഡ് പിടിപ്പിക്കാനും ഒക്കെ ധൂർത്ത് നടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പം അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സബ്യസാചി മുഖർജി ഉടനെ രാമസ്വാമിയെ ചെയ്യുന്ന ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി. പക്ഷേ ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായി എന്നാണ് ആരോപണം വന്നത്. പിന്നെ സുപ്രീം കോടതി അത് ക്ലാരിഫൈ ചെയ്തു. ഇൻ ഹൗസ് അന്വേഷണം നടത്താൻ പോകുന്നു. അപ്പോൾ മറ്റേ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ സമ്മർദ്ദം ഗംഭീരമായിട്ട് വന്നു സുപ്രീം കോടതിയുടെ മുകളിൽ. മാത്രമല്ല, ഈ സഞ്ജീവ് ഖന്നയുടെ അമ്മാവൻ HR ഖന്ന മുമ്പ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നു. അദ്ദേഹം ജഡ്ജിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ കൂടി ഇന്ദിരാഗാന്ധി ബേഗ് എന്ന് പറഞ്ഞ ആളെ ചീഫ് ജസ്റ്റിസ് ആക്കുന്നത്. എന്ന് പറഞ്ഞാൽ സീനിയറായ ആളുകളൊക്കെ ഇരിക്കെ തന്നെ അവരെയൊക്കെ സൂപ്പർസീഡ് ചെയ്തിട്ട്, അതെൻ്റെ ഓർമ്മയിലൊക്കെയുള്ള വലിയ ഇന്ദിരാഗാന്ധി കാട്ടിക്കൂട്ടിയ വലിയ വൈകൃതങ്ങളായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. 1977 ആദ്യം HR ഖന്ന സുപ്രീം കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച് പോയി, ഇന്ദിരാഗാന്ധിയായിട്ട് കലയിച്ച്. ഇങ്ങനൊരു പൈതൃകമുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ ഖന്ന ചീഫ് ജസ്റ്റിസ് വരുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ നോക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമ്മർദ്ദമൊക്കെ മുറുകിയപ്പോൾ ഇപ്പോൾ ജസ്റ്റിസ് വർമ്മയെ മാറ്റി നിർത്തിയിട്ടുണ്ട് ജോലിയിൽ നിന്ന്. ഇന്ന് ഈ ഡൽഹി പോലീസ് കമ്മീഷണർ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്, അവിടെയാണല്ലോ ഈ ജഡ്ജി ജോലി ചെയ്തിരുന്നത്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഉപാധ്യായ DK ഉപാധ്യായ അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ കൂടെ ഈ സ്റ്റോർ റൂം കത്തുമ്പോൾ ഉള്ള ഈ നോട്ടുകെട്ടുകളുടെ വീഡിയോ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഉപാധ്യായ സുപ്രീം കോടതിക്കുള്ള റിപ്പോർട്ടിലും ഇന്നലെ ഉൾക്കൊള്ളിച്ചിരുന്നു. പിന്നീട് അത് അപ്ലോഡ് ചെയ്തു സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ. ഇപ്പോൾ വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോ ഞാനും കണ്ടതാണ്. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ സ്റ്റോർ മുറിയിൽ നിലത്ത് കൂമ്പാരമായിട്ട് നോട്ടുകെട്ടുകളിലേക്ക് കാണാം, മുകളിലും നോട്ടുകെട്ടുകൾ കാണാം. മുകളിലെ നോട്ടുകെട്ടുകൾ ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ നീക്കുന്നതുമൊക്കെ കാണാം. അപ്പോൾ ഫയർഫോഴ്സിന് അറിയില്ല എന്ന് അവിടുത്തെ ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് പറഞ്ഞാൽ ശരിയാവില്ല, അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ലല്ലോ.
ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ മോദി സർക്കാർ ശക്തമായി ഇടപെടേണ്ടത്. അയാൾ വേറെന്തോ അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്തായിരിക്കുമല്ലോ. ഈ അതുൽ ഗാർഗൊന്നും അവിടെ ഡൽഹിയിൽ ഫയർഫോഴ്സ് മേധാവി ആയിരിക്കുന്നത് നല്ല കാര്യമല്ല. അപ്പോൾ ഫയർഫോഴ്സിന് വിവരം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് വന്നിട്ട് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ വീഡിയോ ഉണ്ടായത്. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള. പിന്നെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് റിക്കവർ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. നന്നായിട്ട് ശരിക്കും ചാരം പോലെയാണ് അത് കിടക്കുന്നത്. എത്ര രൂപയാണ്, ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഇൻഹൗസ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. മലയാളിയായ അനു ശിവരാമൻ ആ ഇൻഹൗസ് സമിതിയിലുണ്ട്. 2 സുപ്രീം കോടതി ജഡ്ജിമാരും 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും 1 ഹൈക്കോടതി ജഡ്ജിയും 2 ചീഫ് ജസ്റ്റിസുമാർ അനു ശിവരാമൻ അതിൽ അംഗമാണ്. അവരുടെ അന്വേഷണം നടക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ രാജിവെച്ചാൽ നല്ലത്, രാജിവെക്കുന്നതാണ് നല്ലത്. രാജിവെക്കാതിരുന്നാൽ അയാൾ കേസിനെ സ്വാധീനിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാകാം, അതുകൊണ്ടായിരിക്കും. പക്ഷെ രാജിവെച്ചില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയുമൊക്കെ എവിഡൻസ് ഉള്ളത് കൊണ്ടേ ഇൻ ഹൗസ് റിപ്പോർട്ട് മറിച്ചാകാനൊന്നും വഴിയില്ല. അപ്പോൾ പിന്നെ ഇയാൾ രാജിവെച്ചില്ല എങ്കിൽ മറ്റേ ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സിന് രാമസ്വാമിക്കെതിരെയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ രാജിവെച്ച് പോയി. ഇയാൾക്കും താമസിയാതെ രാജിവെക്കേണ്ടി വരും. ഏർലിയർ ദ ബെറ്റർ. വർമ്മ നേരത്തെ പോകുന്നതാണ് വർമ്മയ്ക്ക് നല്ലത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇയാളുടെ ഒരു പഞ്ചസാര CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാളുടെ ബന്ധം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബഹോളി ഷുഗേഴ്സ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിൽ വലിയ പേരുള്ള ഒരു പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി സിംബഹോളി ഷുഗേഴ്സ് ലിമിറ്റഡ്. അവർ മറ്റേ ഓറിയൻ്റൽ ബാങ്കിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് ഓറിയൻ്റൽ ബാങ്ക് CBIക്ക് പരാതി കൊടുത്തു. 150 കോടി രൂപ വായ്പ കൊടുത്തിരുന്നു സിംബഹോളി ഷുഗേഴ്സിന് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ്. ആ 150 കോടി രൂപ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് വായ്പയൊക്കെ എടുത്തത്. പഞ്ചസാര മറ്റേ കരിമ്പ് മേടിച്ചിട്ടല്ലേ പഞ്ചസാര ഉണ്ടാക്കേണ്ടത്, കരിമ്പ് കർഷകർക്ക്. പക്ഷേ ഇവരിത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കണം, തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് CBIക്ക് കൊടുത്ത കേസസ്. മറ്റേ FIR ഉണ്ട്, CBIയുടെ FIR ഉണ്ട്, തുടർന്ന് EDയുടെ FIR-ഉം ഉണ്ട് ഈ കേസിൽ. ആ സമയത്ത് ജഡ്ജി ആയിട്ടില്ല വർമ്മ, യശ്വന്ത് വർമ്മ. ആ സമയത്ത് യശ്വന്ത് വർമ്മ അലഹബാദിൽ സ്റ്റാൻഡിംഗ് കൗൺസിലും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ. സിംബഹോളി ഷുഗേഴ്സ് എന്ന് പറഞ്ഞ ആ തട്ടിപ്പ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഈ യശ്വന്ത് വർമ്മ. അപ്പോൾ തട്ടിപ്പ് നടത്തിയ ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. അങ്ങനെയാണ് അതിനകത്തേക്ക് കണക്ഷൻ. അതെ. അപ്പോൾ ആ കേസ് എന്തായി എന്നുള്ളത് ഒരു പ്രധാനമാണ്. അപ്പോൾ ബാങ്കുകളെ വഞ്ചിച്ചു. CBIയുടെ FIR ഉണ്ട്, EDയുടെ ECIR-ഉം ഉണ്ട്. EDയുടെയും FIR-നാണ് ECIR എന്ന് പറയുന്നത്. അപ്പോൾ അറിയപ്പെടുന്ന കമ്പനിയായിരുന്നു അത്. 2014 ഒക്ടോബർ 13 അലഹാബാദിൽ ജഡ്ജിയാകുന്നത് യശ്വന്ത് വർമ്മ. അതിനു മുമ്പാണ് ഈ പഞ്ചസാര കുംഭകോണം. 2012 ഈ സിംബഹോളി ഷുഗേഴ്സിൻ്റെ അക്കൗണ്ട് NPA ആയി. അതിന് മറ്റേ എന്താ പറയുക, വായ്പ തിരിച്ചടയ്ക്കാതെയായി. എടുത്ത വായ്പയിൽ തിരിച്ചടവ്, നിഷ്ക്രിയ ആസ്തി എന്നല്ലേ പറയുക NPA ബാങ്കുകൾ പറയുന്ന, അങ്ങനെ വന്നു. നോൺ പെർഫോമിങ് അസറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ അതായി. അങ്ങനെ ഇത് കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതിയിലും ഈ കേസ് വന്നു, CBI അന്വേഷണത്തിനെതിരെയൊക്കെ. അലഹാബാദ് ഹൈക്കോടതിയുടെ 2 വിധികളിൽ ഈ FIR ഉദ്ധരിച്ചിട്ടുണ്ട്. CBIയുടെ FIR-ൻ്റെ കാര്യം അലഹാബാദ് ഹൈക്കോടതി വിധികളിൽ തന്നെ ഉണ്ട്. അപ്പോൾ മറ്റ് പ്രതികൾ, ഈ വർമ്മയല്ലാത്ത മറ്റ് പ്രതികളുണ്ടല്ലോ, പഞ്ചസാര കമ്പനിയുടെ ഡയറക്ടർമാർ, ഉടമസ്ഥന്മാർ, അവർ മുൻകൂർ ജാമ്യത്തിന് പോയി. 1. 2, CBI FIR റദ്ദാക്കണമെന്ന് പറഞ്ഞും ഹൈക്കോടതിയെ സമീപിച്ചു.
അപ്പോഴേക്കും ഹൈക്കോടതിയിൽ യശ്വന്ത് വർമ്മയ്ക്ക് വലിയ സ്വാധീനമായില്ലേ. അതെ, അതിന് മുമ്പല്ലേ ആ ഷുഗേഴ്സിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നത്. അപ്പോൾ 2018 ഫെബ്രുവരി 22 ആണ് മറ്റേ വിധിയും കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു CBIയുടെ കേസ്. EDയുടെ ECIR മണി ലോണ്ടറിങ് അല്ലേ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ പരിപാടികളായിരുന്നു. 2018 ഫെബ്രുവരി 27-നാണ് EDയുടെ ECIR വരുന്നത്. അപ്പോൾ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് കൊടുത്ത കേസ് 150 കോടി രൂപയുടെ CBIക്ക് പരാതി. അപ്പോൾ ഓറിയൻ്റൽ ബാങ്ക് പിന്നീട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 2024 മാർച്ചിൽ സുപ്രീം കോടതി, കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ സുപ്രീം കോടതി ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട അലഹബാദ് ഹൈക്കോടതി വിധി അസാധുവാക്കി, റദ്ദാക്കി. അങ്ങനെ ഉണ്ടായിരുന്നില്ല. CBI അന്വേഷണം അതിൽ ആവശ്യമില്ല, ബാക്കി അന്വേഷണങ്ങളെയൊന്നും ഞങ്ങൾ തടയുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ SBIയുടെ നേതൃത്വത്തിലുള്ളൊരു കൺസോർഷ്യം, ബാങ്കുകളുടെ കൺസോർഷ്യം, PNBയും അതിൻ്റെ അകത്തുണ്ട്. അവർ സിംബഹോൾ ഈ ഷുഗർ മില്ലിനെതിരെ നീങ്ങുന്നുണ്ട്. ഒരു കൺസോർഷ്യവും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടതാണ്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് ആ കൺസോർഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ PNB ആണ്, ആ കൺസോർഷ്യമാണ് പരാതിക്കാർ. അപ്പോൾ നിയമപ്രകാരം കേസൊക്കെ നടക്കട്ടെ, CBI അന്വേഷണം വേണ്ട എന്നാണ് അത് റദ്ദാക്കി. പ്രധാനപ്പെട്ടൊരു നടപടിയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അപ്പോൾ SBI ഈ കേസിൽ ഈ മറ്റേ പാപ്പർ സംഗതിക്കുള്ള ഇതൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് ഈ പഞ്ചസാര കമ്പനിക്കെതിരെ, അത് റദ്ദാക്കിയിട്ടില്ല. SBI അങ്ങനെ പൊക്കോട്ടെ എന്നുള്ളത്. ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉൾപ്പെടെ ഈ വർമ്മയ്ക്കെതിരെയൊക്കെ വരുന്ന CBI കേസാണ് റദ്ദാക്കിയത്. അപ്പോൾ CBI ഈ സിംബഹോളി ഷുഗേഴ്സ് ഒരു സെറ്റിൽമെൻറ്റ് ഓഫർ, ഒരു ഒത്തുതീർപ്പ്, ഞങ്ങൾ ഇത്ര പൈസ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടേ ചെറിയൊരു എമൗണ്ട് പറയുമല്ലോ NPA ആവുമ്പോൾ. റിക്കവർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, ജപ്തി ചെയ്ത് റിക്കവർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ബാങ്കുകൾ അങ്ങനത്തേലൊക്കെ സമ്മതിക്കും. കുറച്ച് പൈസ അസറ്റൊക്കെ പിടിച്ചെടുക്കാവുന്നത് ജപ്തി ചെയ്യാനുള്ളതുണ്ടെങ്കിൽ സമ്മതിക്കില്ല. അപ്പോൾ അത് ഉണ്ടാകുമായിരിക്കും. ഈ സിംബഹോളി ഷുഗർ കമ്പനിയുടെ സെറ്റിൽമെൻറ്റ് ഓഫർ മറ്റേ CBI റിജക്റ്റ് ചെയ്തിരുന്നു, നിരസിച്ചിരുന്നു. അതിൽ മറ്റേ സുപ്രീം കോടതി ഇടപെട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ സംഭവം എന്താണ്, ഈ വർമ്മ, യശ്വന്ത് വർമ്മ നേരത്തെ ജസ്റ്റ് രക്ഷപ്പെട്ടതായിരുന്നു. നേരത്തെ തലനാരിഴയ്ക്ക് കേസിൽ നിന്ന് ശരിക്കും രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഒരു തീപിടുത്തം വന്നതോടുകൂടി ആകെ പെട്ടുപോയി. ഈ ദുരന്തം വരുമ്പോൾ അത് മാലകളായിട്ടാണല്ലോ വരിക, മാലപ്പടക്കം പോലെയാണ് വരിക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ ഈ അലഹാബാദിൻ്റെ ഈ കോടതിയുടെ പേര് ഇപ്പോഴും അലഹാബാദ് ഹൈക്കോടതി എന്നാണല്ലോ. അലഹാബാദല്ലേ ഈ പ്രയാഗ്രാജ്. പ്രയാഗ്രാജിൽ ഒരുപാട് മാലിന്യം ഉണ്ടെന്ന് സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു. ഇതാണ് പ്രയാഗ്രാജിലെ മാലിന്യം എന്ന് പറയുന്നത്. അലഹാബാദുകാരനാണല്ലോ ഇയാള്, യശ്വന്ത് വർമ്മ. അപ്പോൾ കുരുക്ക് ഗംഭീരമായിട്ട് മുറുകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.